ഹായ് ഫ്രണ്ട്സ്, നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ ഒരു വീഡിയോയുമായി വന്നിട്ട് ഇപ്പോൾ ഏകദേശം 10-15ഓളം ദിവസങ്ങളായി. നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം, നമ്മൾ ഒരുപാട് ദിവസങ്ങളായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അന്ന് ഞാൻ ഡൽഹി പോയപ്പോഴാണ് ഒരുപാട് വാഹനങ്ങൾ കാണിച്ച് ഒരു വീഡിയോ ചെയ്തത്. അന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിൻ്റെ തൊട്ടടുത്ത വീഡിയോയിൽ എസ് ക്ലാസിൻ്റെ വീഡിയോ വരുന്നുണ്ട്, വേറൊരു വാഹനത്തിൻ്റെ വീഡിയോ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ വാഹനങ്ങളുടെ വീഡിയോ ഒക്കെ നമ്മൾ റെഡിയിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്നു, പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്, നമ്മൾ ഡൽഹിയിൽ പോയിട്ട് ഏകദേശം ഒരു 10-15ഓളം പുതിയ സ്റ്റോക്ക്, 2 കണ്ടെയ്നറോളം വാഹനങ്ങൾ നമുക്ക് പുതിയത് വന്നിട്ടുണ്ട്. അതിൽ ഫോർച്യൂണർ ഉണ്ട്, ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, ഇന്നോവ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. അതേപോലെ തന്നെ ഈ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് പുതിയ സ്റ്റോക്കുകൾ ഒറിജിനൽ കേരള വാഹനത്തിലും പ്രീമിയം വാഹനങ്ങളും മോഡൽ കൂടിയ ഫോർച്യൂണറും അതേപോലെ GL ഒരു ഒട്ടനവധി വാഹനങ്ങൾ നമ്മുടെ ഷോറൂമിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരു ഡെലിവറി വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ വാഹനങ്ങളുടെ വീഡിയോസോ ഒന്നും നമ്മൾ ഒരു 10-15 ദിവസമായിട്ട് പങ്കുവെച്ചിട്ടില്ല. കാരണം അതൊരു വീഡിയോ കാണാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റിയൊരു സാഹചര്യത്തിലല്ല നമ്മൾ ആരും കഴിഞ്ഞു പോയത്. അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത്. നമ്മൾ ഡൽഹിയിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ വയനാട് പോവുകയും നമ്മളാൽ കഴിയും വിധം അവിടുത്തെ ആളുകളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മൾ സഹായിക്കുന്നുണ്ട്. 1-2 പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്ത് അതിൻ്റെ ഒരു തുടക്കത്തിൽ വെച്ചിട്ടുണ്ട്. നമ്മളാൽ കഴിയും ഇതൊക്കെ നമ്മൾ സഹായിക്കും. ഒരു സന്തോഷ വാർത്തയുമാണ് നിങ്ങൾ അറിയിക്കാണ്ട്. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ കസ്റ്റമേഴ്സ്, അതേപോലെ ഞാൻ നേരിട്ട് പരിചയമൊന്നും ഇല്ലാത്ത തന്നെ വീഡിയോയിലൂടെ മാത്രം പരിചയമുള്ള ആളുകൾ, കുറച്ച് ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾ വയനാട് പോകുമ്പോൾ നമ്മളെ വകയിൽ കുറച്ച് സംഭവങ്ങൾ അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞ് സഹായിച്ച ആളുകളുണ്ട്. കണ്ണൂരിലെ 2 ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അതൊന്നും പേരെടുത്ത് പറയണോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യം പാടെ ഈ വീഡിയോയിൽ നിങ്ങൾ അറിയിക്കണം എന്ന് തോന്നി. കാരണം നമ്മളൊരു ഇൻഫ്ലുവൻസർ ആകുമ്പോൾ, അതേപോലെ ഒരു ബിസിനസ് ചെയ്ത് ഒരു യൂട്യൂബ് ചാനലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്നോട് 1-2 കമൻറ്റ് ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിരുന്നു. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്തുകൂടെ, നിങ്ങളൊരു ബിസിനസ്സുകാരനല്ലേ, എന്തിനാ വേറെ വീഡിയോയിൽ അറിയിച്ച് സ്പോൺസർമാരൊക്കെ തന്നിട്ട് എന്തിനാ കൊടുക്കണമെന്നുള്ള ചോദ്യമൊക്കെ വന്നിരുന്നു. പക്ഷേ നമ്മളെക്കൊണ്ട് ഏതൊരാൾക്കും ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾക്കൊരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനിയും നമ്മൾ ചെയ്യുന്നുണ്ട്, എന്നും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കാറോ അല്ലെങ്കിൽ നിങ്ങളെ മുന്നിൽ എത്തിക്കാറോ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ച് ചെയ്യുമ്പോൾ അത് അർഹതപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരാളെ സഹായിക്കാൻ കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ അത് നല്ല മനസ്സിലെ ആളുകൾ മുന്നോട്ട് വരുമ്പോൾ ആ ഒരാളെ സഹായിക്കാൻ കരുതി എനിക്ക് ചിലപ്പോൾ 4 ആൾക്കും 5 ആൾക്കും 6 ആൾക്കും 10 ആൾക്കും ഒക്കെ നമുക്ക് സഹായം എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം എന്ന് കരുതി ഇനി നമുക്ക് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം. വാഹനങ്ങൾ കാണിക്കുമ്പോഴേ നമ്മൾ ഒട്ടനവധി വാഹനങ്ങൾ കാണിക്കുന്നുണ്ട്. അത് സ്പീഡായിട്ട് അതിൻ്റെ മോഡലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയേക്കാം കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സിംഗിൾ വാഹനത്തിൻ്റെ വീഡിയോസിലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ വയനാടിൻ്റെ വിഷയമൊക്കെ പറഞ്ഞത് എടുത്ത് പറഞ്ഞില്ലെങ്കിലൊന്നും കരുതണ്ട. കാരണം നമ്മൾക്കറിയാം, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല. അങ്ങനെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോലത്തെ ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ നാളെ വീഡിയോയിൽ ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്തു? അഥവാ ഈ വീഡിയോയിൽ കാണിച്ചാൽ പറയും, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. മഴ പെയ്താലും കുറ്റം, പെയ്തില്ലെങ്കിലും കുറ്റം, മഴയുടെ അമ്മക്ക് എപ്പോഴും കുറ്റം എന്ന് പറഞ്ഞ പോലെ നമ്മളെ കുറ്റങ്ങൾ ഒരുപാട് ആൾക്കാർ കണ്ടുപിടിച്ചാണ്ടാവും. പക്ഷേ നമ്മൾ 2 രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്കുണ്ടായൊരു അനുഭവമാണ്. അയർലൻഡിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, ഒരു 1.5 ലക്ഷം രൂപേൻ്റെ ഭക്ഷണ സാധനങ്ങൾ നിങ്ങളെ അവിടെ എത്തിക്കുക, അതായത് എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തിക്കുക, നിങ്ങളവിടെ വയനാട് അർഹതപ്പെട്ട കുടുംബങ്ങളിൽ നേരിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. പിന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ജീപ്പ് ഒരു സുഹൃത്തിന് നഷ്ടപ്പെട്ടിട്ട് അത് ആരെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. ഇന്ന് രാവിലെ സൗദിയിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ആ സുഹൃത്തിന് ജീപ്പ് വാങ്ങുമ്പോൾ എൻ്റെ വക ഒരു 50,000 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ സഹായിക്കാൻ മനസ്സിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അർഹതപ്പെട്ട ആളുകളെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ സഹായിച്ചോട്ടെ, നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്കും സഹായിക്കാമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ കാണിച്ചത് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമേ ഉള്ളൂ, ആർക്കും ദോഷമല്ല. ചെയ്ത കാര്യം പറയുകയാണെന്ന് ഒരിക്കലും നിങ്ങൾ തോന്നരുത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്, ഇത് പുതിയ മോഡൽ ഫോർച്യൂണർ ഉണ്ട്. അപ്പോൾ നമുക്കേ ആദ്യം ഇതാക്കണോ, ഇവിടെയൊക്കെ നമ്മൾ ഈ ആടിൽ കിടക്കുന്നതൊക്കെ ഇപ്പോൾ പുതിയ വന്ന സ്റ്റോക്കാണ്. അപ്പോൾ വീണ്ടും എടുത്തൊരു കാര്യം പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ഈ ലൈനിൽ കിടക്കുന്ന വാഹനങ്ങളൊക്കെ നമുക്ക് ഒറിജിനൽ കേരള വാഹനങ്ങളും ഓൾറെഡി നമ്മുടെ ഷോറൂമിലില്ല വൃത്തിയുള്ള വാഹനങ്ങളാണ്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും വാഹനത്തിൽ സ്ക്രാച്ചുകളുണ്ടാവും. അതായത് പെയിൻറ്റ് ടച്ചപ്പ് ചെയ്ത്, ഇപ്പോൾ ഇതൊക്കെ ഡൽഹിയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് വന്ന വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ നിങ്ങളൊരു കസ്റ്റമർ വന്ന് കാണുമ്പോൾ, ഇപ്പോൾ വന്നിട്ട് ഒരു 2-3 ദിവസമായിട്ടുള്ളൂ, നമ്മൾ യാതൊരുവിധ വർക്ക് കൊടുത്തിട്ടില്ല. ഈ സ്ക്രാച്ച് കണ്ടോ നിങ്ങൾ? ഇപ്പോൾ ഇത് കണ്ടോ, ഈ ക്യാമറയിൽ ശരിക്കും വ്യക്തമായിട്ട് കാണിക്കുക. അതായത് 2014-15 മോഡൽ വാഹനങ്ങളാണ്, 8, 9
10 വർഷമില്ല പഴക്കമുള്ള വാഹനങ്ങളാണ്, മറ്റൊരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഈ വണ്ടിയിൽ സ്ക്രാച്ചുകൾ ഉണ്ടാവും, പെയിൻറ്റ് ടച്ച് ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ഇവിടെ കണ്ടോ ഡാമേജുകൾ, ഇതേപോലത്തെ ഡാമേജുകളൊക്കെ ഉണ്ടാവും. അതുണ്ടോ ഫുഡ് സ്റ്റെപ്പ്. അത്തരം ടൗണിൽ ഓടുന്ന വാഹനങ്ങളിൽ അതിൻ്റേതായ പരിക്കുകളുണ്ടാവും. ഇപ്പം നിങ്ങളെ കാണിക്കുമ്പോൾ ഈ രീതിയിലാണ് കാണിക്കുക. പക്ഷേ ഈ തരത്തിൽ ഒരിക്കലും നമ്മൾ ഒരു വണ്ടി ഡെലിവറി കൊടുക്കില്ല. കസ്റ്റമർ വന്ന് കസ്റ്റമർ കൊണ്ടുപോകുമ്പോൾ ഈ സ്ക്രാച്ചുകളൊക്കെ തീർത്ത് ഇതൊക്കെ റിപ്പയർ ചെയ്ത് ഓയിൽ ചേഞ്ചിങ്, ഫിൽറ്റർ, ലൈനറുകൾ മൊത്തം കംപ്ലീറ്റ് വാഹനം ചെക്ക് ചെയ്ത് എല്ലാവിധ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യാറ്. അത്തരത്തിലേ നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പോൾ ചില ആളുകൾ പെട്ടെന്ന് ഷോറൂമിൽ വരുമ്പോൾ ഇത്തരം വാഹനങ്ങൾ കാണുമ്പോൾ വണ്ടികൾ വൃത്തിയില്ല എന്ന് പറഞ്ഞ് പേടിക്കേണ്ട. വൃത്തിയുള്ള വണ്ടികളും നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 10-75 വണ്ടിയോളം സ്റ്റോക്ക് ഉണ്ട്. അതിൽ 19 വണ്ടിയും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വാഹനങ്ങളിലാണ് ഈ പെയിൻറ്റ് ടച്ചപ്പും കാര്യങ്ങളും ഉണ്ടാവില്ല. ഒറിജിനൽ കേരള നമ്മളിവിടെ മോഡൽ കൂടിയ വാഹനത്തിലാവുമ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ അതർ സ്റ്റേറ്റ് വാഹനം ഇതേപോലെയാണ് ഉണ്ടാവാമെന്നൊന്ന് പരിചയപ്പെടുത്തിയതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആളെ ഏതൊക്കെ വണ്ടി ഇല്ലെന്ന് ഞാൻ പെട്ടെന്നൊന്ന് വന്നത് നിങ്ങളെ കാണിക്കാം. അതിന് മുന്നേ നമുക്ക് അവിടെ ഉള്ള വണ്ടികളൊന്നും നിങ്ങളെ കാണിക്കാം കേട്ടോ. അസ്മാൻ, നമുക്ക് വണ്ടികളൊന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്താലോ. ഇവരൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ച് പോയതേനു, പക്ഷേ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. എന്നത് ഇപ്പോൾ പുതിയ വന്നതാണ്. എത്ര മോഡലാ? 21-22 രജിസ്ട്രേഷൻ. 2021 മോഡല്, 22 രജിസ്ട്രേഷനിലെ 25,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. വില എത്ര? 43,75,000. അതായത് പുതിയ വണ്ടി കേട്ടോ, ചെറിയ പഴക്കമുള്ളൂ, കിലോമീറ്റർ കമ്മിയാണ്. 50 ലക്ഷത്തിന്റെ റേഞ്ചിൽ വില വരുന്ന വണ്ടിയാണ് ഈ വണ്ടി. അത്യാവശ്യം നല്ല റീസെയിൽ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഒരു പുതിയ മോഡല് ടൊയോട്ട ഫോർച്യൂണർ ആരെങ്കിലും എവിടെയെങ്കിലും തപ്പി അടക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. 25,000 കിലോമീറ്റർ ഒന്നും നോക്കണ്ട. വണ്ടിയിൽ നമ്മളെ ഒരു പുതിയ വണ്ടി എടുക്കണേ അതേ ഒരു കണ്ടീഷനിൽ തന്നെ എടുക്കാൻ പറ്റിയ 22 രജിസ്ട്രേഷനിലെ വണ്ടിയാണ് ഇത്. പിന്നെ അഡ്വാൻസ് ആയില്ല നമ്മൾ, ഇത് ന്യൂ ഷേപ്പിലുള്ള വണ്ടി തന്നെയാണ്. പിന്നെ ക്രിസ്റ്റ സെഡ് ഓട്ടോമാറ്റിക് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതാണ്. പിന്നെ 16 മോഡല് സെഡ് ഓട്ടോമാറ്റിക് 17.25 ലക്ഷം രൂപ. സെഡിൽ വരുന്ന ഓട്ടോമാറ്റിക് ആണ്. ഇനി ഒരു കാര്യം അവിടെ പറഞ്ഞുതരാം. ക്രിസ്റ്റ ചെറിയ വിലൻ്റെ വേണമെന്നുണ്ടെങ്കിൽ G4 2 നമുക്കിപ്പോൾ അതർ സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ 2 വണ്ടി അതർ സ്റ്റേറ്റിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ വന്നതിലില്ല വണ്ടികളാണ് 2. അപ്പോൾ അതിൻ്റെ പെയിൻറ്റ് ടച്ചപ്പിനാണ് 2 വണ്ടി നിർത്തിയത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു 15 കൺവേർട്ട് ചെയ്ത് തരും. അതായത് G4 ആണ് നമ്മൾ നിങ്ങളെ പേരിലാക്കിയിട്ട് 1490 അടുത്ത് കേരള ടാക്സ് ഒക്കെ അടച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നിങ്ങളെ പേരിലാക്കി വരുമ്പോൾ റേറ്റ് വരും. അതേപോലെ വെലാറ് നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. പിന്നെ അതേപോലെ പുതിയ സ്റ്റോക്ക് വന്നതാണ് ഈ വോക്ക് 2014 മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ ഡൈനാമിക് വണ്ടി. ഈ വോക്കിൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. 27,90,000 രൂപ. അതേപോലെ നമ്മളെ ഇവോക്കുകൾ ഉണ്ടായിരുന്നു 37 ലക്ഷത്തിന്റെ ഒക്കെ ഇവോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡെലിവറി കൊടുത്തു. അതിന്റെ വീഡിയോസ് ഒക്കെ ഇവോക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി മാത്രമാണ് സ്റ്റോക്കുള്ളത്. ഇതേപോലെ തന്നെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് തന്നെ ആ വണ്ടി. അതിപ്പോൾ ഇന്നലെ നമ്മൾ ഡെലിവറി കൊടുത്ത്. അതേപോലെ നമ്മൾ റുബിക്കോന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലോ കിലോമീറ്റർ ഓടിയ 3000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതേപോലെ കിയ ഇതൊന്ന് പറഞ്ഞെടുത്താ 2023 മോഡലില് IMT തന്നെ വണ്ടി. അതായത് ക്ലച്ച് ഇല്ലാതെ മാനുവലി മാറ്റി പോകാൻ പറ്റിയ വണ്ടി. IMT ഇതാകെ ഓടിക്കുക 13,000 കിലോമീറ്റർ ഓടി. ആകെ 13,000 കിലോമീറ്റർ ഓടിയ കിയ കാരൻസ്. അതിൽ 5-8 പേർക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യുക. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2023 മോഡലും ഉണ്ട്. ഒരു പുതുപുത്ത വണ്ടി. നിലവിൽ ഈ വണ്ടിക്ക് 23 ചില്ലറയും ഇപ്പൊ നിലവിൽ ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ്. 23 5 മാസം വണ്ടി. ഇപ്പൊ നമുക്ക് 18,50,000 രൂപ കൊടുക്കാം. അപ്പൊ ഒരു പുതിയ വാഹനം തന്നെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോളൂ. ബ്ലാക്ക് കളറിൽ കിടില ലുക്കിൽ ഒരു പെയിന്റ് ടച്ചപ്പ് പോലും ഇല്ലാത്ത സ്ക്രാച്ചുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കിടിലം വണ്ടി. സ്ക്രാച്ചുകൾ ഇല്ല അറിയുമ്പോഴേ ഏറ്റവും ബമ്പറിന്റെ ഏറ്റവും അടിയിൽ സ്ക്രാച്ച് ഉണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്ത് തരാം. അത് ഗ്ലോസി ബ്ലാക്ക് അല്ല, മാറ്റ് ബ്ലാക്ക് വരുന്നതാണ്. ആ വണ്ടിന്റെ ഏറ്റവും അടിയിൽ പെട്ടെന്ന് സ്ക്രാച്ച് ആണത്. അതല്ലാത്ത വേറൊരു പരിക്കും വണ്ടിയിലില്ല. ക്ലീൻ ആൻഡ് നീറ്റിലുള്ള ഒരു വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി. അതായത് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നീട് കാണിക്കാൻ ശ്രമിക്കാം. ഇതിൽ തന്നെ ഷോട്ടുകളൊക്കെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യാം. അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് BMW X1. അതായത് 2017 മോഡലാട്ടോ. 17 മോഡലില് 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കും. സെക്കൻഡ് ഓണർഷിപ്പ്. ഒറിജിനൽ കേരള. ഒരു മെയിൻ ഗ്ലാസ് ചെറിയ സ്ക്രാച്ച് ഉണ്ട്. നമുക്ക് ഫൈനൽ ആയിട്ട് 19,50,000 രൂപ. അതായത് വണ്ടി വിലപ്പാകാണ്. കാരണം 2017 മോഡലും ഉണ്ട്. കിലോമീറ്റർ ഉണ്ടായതുകൊണ്ടാണ്. ഇതൊക്കെ ഒറിജിനൽ കേരള വണ്ടികളാട്ടോ കാണിച്ചത്. ഇതൊക്കെ ഒറിജിനൽ കേരളയാണ്. ഇതും ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. അടുത്ത നമ്മൾ കാണിക്കുന്നത് മെഴ്സിഡീസ് ബെൻസിന്റെ GLA 200. പറഞ്ഞോ ഡീറ്റെയിൽസ്. 2018-19 രജിസ്ട്രേഷനിൽ ലിമിറ്റഡ് എഡിഷൻ വന്ന വണ്ടി.
ഇത് GL ലിമിറ്റഡ് എഡിഷൻ വന്ന ഈ റെഡ് കളറിലൊക്കെ വന്ന വണ്ടി കിലോമീറ്റർ ആകെ 24,000 കിലോമീറ്റർ ഓടി. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ലോ കിലോമീറ്റർ ആണ്. മോഡൽ എത്രയാണ്? 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ. 19 രജിസ്ട്രേഷൻ ആണ്. മാനുഫാക്ചർ 2018 ആണ്. അതിൽ ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ഇത് നമുക്ക് 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 33,90,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് വിളിക്കാം. ഈ GL തന്നെ നമ്മളടുത്ത് 15-നും 17-നും ഒക്കെ വണ്ടികൾ സ്റ്റോക്കും ഉണ്ട്. അത് നമ്മൾ അപ്പുറത്തെ ഷോറൂമിലുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം. ഇതോ പോളോ 2020 മോഡല് 1 ലിറ്ററിൽ ടെർബോ വരുന്നുണ്ട്. ഹൈലൈൻ പ്ലസ് ഏറ്റവും ടോപ്പിന്റെ വണ്ടി. 55,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഇത് നമുക്ക് 8,90,000. 8,90,000 രൂപക്ക്. മോഡൽ എത്രയാണ്? 20 മോഡലാട്ടോ. 55,000 ഓടിയ സെക്കൻഡ് ഓണർ ഉണ്ട്. അതായത് ഹോണ്ട സിറ്റി. ഇതും ലോ കിലോമീറ്ററിൽ 20,000 ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 2016 മോഡലിൽ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഇത് നമുക്ക് 6,70,000 രൂപ. 6,70,000. നമ്മളെ വില തുറന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം നമ്മൾ വില പറയാതെ ഒന്നും ഒരു വണ്ടിക്കും പോണില്ല. അതേപോലെ മെർസിഡീസ് ബെൻസിൻ്റെ E250 ആണിത്. പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്ന 2015 മോഡലിൽ വരുന്ന വണ്ടി. ഞാൻ ഡൽഹിയിൽ നിന്ന് ഓട്ടി പോകുന്ന വണ്ടിയാണ്. അവങ്കാട് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ്, സിംഗിൾ ഓണർഷിപ്പിൽ, കമ്പനി സർവീസിൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റിലുള്ള വണ്ടിയാണ്. കാരണം 2,500 ചില്ലാൻ കിലോമീറ്റർ ഞാൻ തന്നെ നിൽക്കാതെ ഓടിച്ചു. ഞാൻ പറഞ്ഞാൽ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇതിൽ മെയിൻ ക്ലാസ്സിലേ എല്ലാവരും ചോദിക്കും ഈ അതർ സ്റ്റേറ്റ് വണ്ടികളെ മെയിൻ ക്ലാസ്സിന് എന്താ പറ്റില്ലേ. ഞാൻ അനുഭവസ്ഥനാണ്. അതായത് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോരുമ്പോൾ എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. കിടിലം ഹൈവേ പറഞ്ഞാൽ കിടിലം ഹൈവേ ആണ്. നമ്മൾ ദുബായിലും സൗദിയിലും കാണുന്ന പോലത്തെ എക്സ്പ്രസ് ഹൈവേ. ആ എക്സ്പ്രസ് ഹൈവേയിൽ പോന്നപ്പോഴാണ് ഒരു കല്ല് കിടിക്ക് എന്ന് പറഞ്ഞാൽ അടിച്ച്. എവിടുന്ന കല്ല് വന്നതെന്നും പാടെ കണ്ടില്ല. ചെറിയൊരു കുത്ത്, ഗ്ലാസ്സിന് സ്ക്രാച്ചോ അല്ലെങ്കിൽ പൊട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഈ അതർ സ്റ്റേറ്റ് വാഹനങ്ങളിലെ അധിക വണ്ടിൻ്റെ മെയിൻ ഗ്ലാസ് മാറാനുള്ള ഒരു പ്രധാന കാരണമാണ് ഈ കാണുന്നത്. ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ്. എൻ്റെ അടുത്ത് വന്ന സംഭവമാണിത്. ഇതിന് യാതൊരുവിധ റീപ്ലേസും ഇല്ലാത്ത വണ്ടിയായിരുന്നു. ഇനിയിപ്പോൾ കസ്റ്റമർ വന്ന് നേരിട്ട് കണ്ട് കസ്റ്റമർക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോറൂമിൽ തന്നെ ഗ്ലാസ് മാറ്റി വൃത്തിയിൽ കൊടുക്കാൻ പറ്റിയൊരു വണ്ടി. അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും നിങ്ങൾ വിളിക്കുന്ന ആൾക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ചെറിയ പെയിൻറ്റ് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, ഇതിൻ്റെ ടാക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്ട്, ജസ്റ്റ് നിങ്ങൾ വിളിക്കുമ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്താം. അതേപോലെ 2013 മോഡൽ C ക്ലാസ്സിൽ 220. അതിൽ ഓണർഷിപ്പ് ലേസം കൂടിയിരിക്കണം. പക്ഷേ 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നമുക്കിപ്പോൾ ഒറിജിനൽ കേരള വണ്ടി 11,90,000 രൂപ. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. 2013 മോഡലുണ്ട്. കിലോമീറ്റർ ജെന്യൂനാണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതേപോലെ Audi A4 ഉണ്ട്. ഇത് NOCയിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇത് എത്ര റേറ്റ്? 8,90,000 രൂപക്ക് NOCയിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയുണ്ട്. അതേപോലെ ഒരു A4 2012 മോഡൽ 13 രജിസ്ട്രേഷനിലെ ഒറിജിനൽ കേരള വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി നമുക്ക് 12,70,000. ചെറിയൊരു മാറ്റങ്ങളൊക്കെ പ്രൈസിൽ നമുക്ക് വരുത്താൻ പറ്റും. ഇത് നമ്മളെ മെർസിഡീസ് ബെൻസിൻ്റെ S ക്ലാസ്. ഇന്നാളെ ഞാൻ പോയപ്പോൾ തൊട്ടടുത്ത വീഡിയോ വരുന്നുണ്ട് പറഞ്ഞ വണ്ടിയാണിത്. ഇതിൻ്റെ തൊട്ടടുത്ത വീഡിയോകൾ കണ്ടോളി. അത് അപ്ലോഡ് ചെയ്ത് അന്ന് വെച്ചതാണ്. അപ്പോൾ ഈ വീഡിയോക്ക് ശേഷം ഇടാമെന്ന് കരുതി അല്ലേ. ഇത് ഏകദേശം ഒരു 20 ലക്ഷം രൂപേൻ്റെ ചോടെ 19 ലക്ഷം രൂപേൻ്റെ മേലൊക്കെ വില വരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിൻ്റെ വീഡിയോ തൊട്ടടുത്ത വീഡിയോകൾ കാണും. കാരണം വീഡിയോ അവിടെ റെഡിയാണ്. അത്രത്തോളം ധൈര്യത്തിൽ ഞാൻ പറയുന്നതാണ്. അതെ, ഒന്ന് പബ്ലിക് ആക്കാനുള്ളൂ. ഈ വീഡിയോക്ക് ശേഷം ഞാൻ പബ്ലിക് ആക്കാം. അതേപോലെ ഇത് 13 A6. ഇത് ഏകദേശം അഡ്വാൻസ് ആയി. ഇനി ഒരു ബ്ലാക്ക് A6 നമുക്ക് വരുന്നുണ്ട്. 12 A6 വരുന്നുണ്ട്. ഇത് നമ്മളെ ലോ കിലോമീറ്റർ 5 സീരീസ്. ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്രൈസ് എത്ര പറഞ്ഞത്? 36 ലക്ഷം രൂപയാണ് നമ്മൾ NOCയിൽ റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഇനി നിങ്ങളെ കാണിക്കാനുള്ളത് ഇപ്പോൾ ഈ കിടക്കണമൊക്കെ നമുക്ക് അതർ സ്റ്റേറ്റിൽ നിന്ന് വന്നതാണ്. ഇതൊക്കെ ടൈപ്പ് 4 ആക്കാനും പെയിന്റ് ടച്ച് ചെയ്ത് വൃത്തിയാക്കാനൊക്കെ ഉള്ള വണ്ടികളാണ്. ഇതിൽ എത്രയൊക്കെ മോഡലുണ്ട്? ഇതില് 2011, 2007, 2011, 2012 മോഡൽ വണ്ടികളൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ, റിനോന്റെ ക്യാപ്ചർ അല്ലേ? അതെ. എത്ര മോഡൽ? 2018 മോഡല് പ്ലാറ്റിന്. ഏറ്റവും ടോപ്പ് എൻഡ് ഉണ്ട്. 2018 ഏകദേശം 16 ലക്ഷം രൂപയുടെ മേലെ ഏറ്റവും ടോപ്പ് എൻഡ് സിംഗിൾ ഓണർഷിപ്പില് 64,000 രൂപ വണ്ടി. നമുക്ക് റേറ്റ് ഇപ്പോൾ വരുന്നത് 7,70,000. എന്തായാലും വിലന്റെ കാര്യത്തിൽ നല്ലൊരു ചെറിയൊരു പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പുതിയൊരു വണ്ടിന്റെ കണ്ടീഷൻ ഇപ്പോൾ നിലവിൽ ഇതുണ്ട്. സിംഗിൾ ഓണർ മൂപ്പര് മാത്രം ഉപയോഗിച്ച വണ്ടിയാണ്. ഇനി ഇതേതാ? ഒരു ലോ ബഡ്ജറ്റിലൊക്കെ ഡീസൽ വണ്ടികൾ ആൾക്കാർക്ക് 2011 മോഡല്. ഇത് പെയിന്റ് ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്, ഒന്ന് റെഡിയാക്കാണ്ട്. അത് 1 ലക്ഷത്തിന് താഴെ മീറ്ററിൽ ഇപ്പോൾ കിലോമീറ്റർ കാണുന്നത്.
ഇപ്പോൾ റേറ്റ് വരുന്നത് 2,75,000 രൂപ. 2,75,000 രൂപക്ക് വോൾസ്വാഗന്റെ വെന്റോ ഡീസൽ. തീർച്ചയായിട്ടും നമ്മൾ ഗ്യാരണ്ടി വാറണ്ടി ഒന്നും തരില്ല, നിങ്ങൾക്ക് ചെക്കിങ് വാറണ്ടി തരും. അപ്പോൾ നമുക്ക് അവിടുന്ന് വന്ന വണ്ടിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ കാണിക്കണില്ല, ഫുള്ള് വൃത്തിയാക്കിയിട്ട് കാണിക്കാം. എല്ലാം വൃത്തിയാക്കാനുള്ള വണ്ടികളാണ്. അപ്പോൾ 2012 13 വന്ന ഫോർച്യൂണർ മാനുവൽ 4 വീൽ ഡ്രൈവിൽ വരുന്ന വണ്ടികളുണ്ട്. 2010-11 ഫോർച്യൂണർ മാനുവൽ 4 വീൽ ഇതൊക്കെ നിങ്ങൾ വിളിക്കുമ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാം. കാരണം അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനൊരു ഓപ്ഷൻ ഇല്ല. ആ ബ്ലൂ കളറൊക്കെ ഇതിൽ വന്ന വന്ന വണ്ടികളാട്ടോ. ആ സമയത്ത് എല്ലാവർക്കും ആവശ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും 4 വണ്ടി ഉണ്ടല്ലേ 4 വീല്? 3 വണ്ടി 4 വീൽ ഡ്രൈവറിന് ഉണ്ട്. അതേപോലെ 2 ക്രിസ്റ്റ ഉണ്ട്, ഇന്നോവകളുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒക്കെ നിങ്ങൾ വിളിക്കുമ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നോവ ലോ കിലോമീറ്റർ വണ്ടിയൊക്കെ ഉണ്ട്. വെറും 40,000 കിലോമീറ്ററോടെ ഒരു ഇന്നോവ ഉണ്ട്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒന്നും ഇതിൽ കാണിക്കാം. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, അതും അതർ സ്റ്റേറ്റ് ആട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വിലയൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ വണ്ടി നിന്നൊന്നും വരില്ല, ചിലപ്പോൾ ഒരുപാട് എൻക്വയറി ഇല്ല വണ്ടികളാണ്, ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ഇനി ആര് ഇത്ര വണ്ടികൾക്ക് ലക്ഷ്യം വെച്ച് വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചിട്ട് വരണം. നമുക്ക് ആകെ 2 നെഗറ്റീവാണ് നമ്മളിത് കേൾക്കല്. ഒന്ന് ഫോണിൽ കിട്ടണില്ലാന്ന്, അത് നിങ്ങൾ എൻ്റെ നമ്പറിൽ വിളിക്കണോണ്ടാണ്. അപ്പം തന്നെ ഞാൻ ഇവരെ കണക്ട് ചെയ്യലുണ്ട്. മുസ്തഫ അവിടെ റെഡിയിലുണ്ട്. മുസ്തഫ ഒരു നമ്പർ പോലും മുസ്തു മിസ് ചെയ്യലില്ല, ഇല്ലല്ലോ മുസ്തോ? കറക്റ്റ് മിസ് ചെയ്യലില്ല. കാരണം നിങ്ങൾ ആ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോഴേ ഞാനത് നേരെ സ്ക്രീൻഷോട്ട് അടിച്ച് ഗ്രൂപ്പൊക്കെ ഇടും. ആ ഗ്രൂപ്പിൽ 10-20 ആളുണ്ട്. കാരണം വേറെ 4-5 ആളെ ഫോൺ എടുക്കണം. അപ്പോൾ ഓൽക്കാണ് അതിൻ്റെ നെഗറ്റീവ് വരിക എന്നുള്ള പേടിയിൽ കറക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ട്. 1-2 ആൾക്കോ മിസ്സാകുന്നതുകൊണ്ടാണ് ആ നെഗറ്റീവ് വരാറ്. രണ്ടാമത് ഇല്ല പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്നോവക്കും ഫോർച്യൂണറിനും ക്രിസ്റ്റക്കൊക്കെ ലക്ഷ്യം വെച്ച് നിങ്ങളിവിടെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 10-15 വണ്ടി വന്നു. നമ്മളെ സംബന്ധിച്ച് ഈ വണ്ടി വിൽക്കാൻ അൽഹംദുലില്ലാഹ് 2-3 ദിവസം മതി. പിന്നെ നമുക്ക് അടുത്ത സ്റ്റോക്ക് ഇതേപോലെ വരുന്നെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കയ്യിൽ കിടക്കുന്ന വണ്ടി നമ്മൾ പോയി ഡയറക്റ്റ് ഇൻസ്പെക്ട് ചെയ്ത് വണ്ടി പർച്ചേസ് ചെയ്ത് ഇവിടെ എത്തിയിട്ട് വേണം. പിന്നെ നമുക്ക് ഇതേപോലെ വണ്ടി സ്റ്റോക്ക് വരില്ല, 1-2 വരും, അത് അതേപോലെ സെയിലാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷോറൂമിൽ ഒരു വണ്ടി മാത്രം ലക്ഷ്യം വെച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ വിളിച്ച് കൺഫേം ചെയ്ത് മാത്രം വരിക. അപ്പോൾ ഈ 2 ബുദ്ധിമുട്ടിനും നമുക്ക് സങ്കടം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് സങ്കടമാണ് നിങ്ങൾ ഇവിടെ വന്ന് മടങ്ങുമ്പോൾ. തീർച്ചയായിട്ടും വിളിച്ച് വണ്ടി ഇവിടെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വരിക. ഇപ്പോൾ ഈ യൂസ്ഡ് സെഗ്മെൻറ്റിലാകുമ്പോഴേ പുതിയ കമ്പനിക്കാർ ചെയ്യുന്ന പോലെ അവരെ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് ലോഡ് കണക്കിന് വണ്ടി കൊണ്ടുവരുന്ന പോലെ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മളെല്ലാ ഇഷ്ടപ്പെടുന്ന ആളുകളും നമുക്ക് വണ്ടിക്ക് വിളിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട് അല്ലേ? അപ്പോൾ വണ്ടികൾ വന്ന അപ്ഡേഷനുകൾ ഉടനെ അറിയിക്കും. താല്പര്യമുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെയും പറയാം, നിങ്ങളൊരു വണ്ടി മാത്രം ലക്ഷ്യം വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ വിളിച്ച് കൺഫേം ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വരിക. ഏതൊരു വണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാലും എനി ടൈം രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. 12 മണിക്കോ 1 മണിക്കൊക്കെ മെസ്സേജ് അയച്ചിട്ട് കിട്ടിയില്ല അറിഞ്ഞാണ്ട് ആർക്കും ചുണ്ടുപോകരുത്. അങ്ങനെയൊക്കെ കുറേ ആൾക്കാർക്ക് ചുണ്ടുപോയിട്ടാണ് മെസ്സേജ് മാക്സിമം നോക്കാറുണ്ട്. ചിലപ്പോൾ 12 മണി 1 മണിക്കൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ഫോണ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ദേഷ്യം വരും. നമ്മളാണെങ്കിലും വരും, നമുക്കൊരാളെ കിട്ടിയില്ലെങ്കിൽ പിറ്റേന്ന് അവരൊക്കെയാണ് കമൻറ്റിൽ വരിക. അപ്പോൾ പല കാര്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായാലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും നമ്പർ കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അന്താരം കിട്ടിയില്ല പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 മെസ്സേജ് വന്നിരുന്നു. അന്താൻ ഡൽഹിയിൽ 10 ദിവസം തിരക്കായി പോയി അല്ലേ? പക്ഷെ അപ്പോഴും എന്നാലും അവിടെ ആണെങ്കിലും 2 മെസ്സേജ് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി നമുക്ക് സിംഗിൾ റിവ്യൂ ആയിട്ടൊക്കെ വണ്ടികളൊക്കെ വീഡിയോസുമായിട്ട് നമ്മളെത്തും. നാളെ എസ് ക്ലാസിൻ്റെ വീഡിയോ കാണാം. പിന്നെ ഈ വണ്ടികളൊക്കെ പെയിൻറ്റ് ടച്ചപ്പും പോളിഷും കഴിഞ്ഞ് എത്തിയാൽ ഉടനെ നിരത്തിയിട്ടിട്ട് നമുക്ക് എല്ലാ വണ്ടീൻ്റെയും വീഡിയോ ഡീറ്റെയിൽസും വിലയും പ്രൈസും ഒക്കെ കാണിക്കും. വിളിച്ചോട്ടുള്ളത് നമുക്ക് ജസ്റ്റ് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും ഇതേപോലെ തന്നെ മതി, നിങ്ങൾക്ക് കൊണ്ടുപോയി വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി ഇവിടെ ഉണ്ട്, ധൈര്യമായിട്ട് പോന്നോളി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.